സാമ്പത്തിക കേസുമായി ബന്ധപ്പെട്ട് നടൻ കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. അന്നന്ന് വൈകുന്നേരം ദിയയ്ക്ക് കൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ QR കോഡിലുണ്ട്, ഇവർ സമ്മതിച്ചിരിക്കുന്നത് പണം വാങ്ങിയതായിട്ട്. എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുമല്ലോ. അപ്പോൾ ഇവർ കൊടുക്കണത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റൂ. വിഡ്രോ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് പോലീസുകാർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒരു ദിവസം ഏകദേശം എത്ര വരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും, കാരണം കൂടുതൽ കാര്യങ്ങളും ദിയ ഒറ്റയ്ക്കാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ധാരണയുണ്ടാവും. അപ്പോൾ ഇത്രയും പൈസ മിസ്സായപ്പോഴും ഒരു സംശയം പോലും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും തോന്നിയതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത്. അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ എന്നും ചോദിക്കുക, ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി, കസ്റ്റമേഴ്സിൻ്റെ മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി, എന്താണ് ഈ CCTV വീഡിയോ. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു പോയില്ല, ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി, ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിൽ വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകേട് വെച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട്, കൃഷ്ണകുമാറെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും. അതങ്ങനെയാണ്. പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നറിയോ, ഇങ്ങനെ ചെയ്യണം, ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത്, ഇന്നതാണ് ഇന്നത്തെ വകുപ്പ്. കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല. ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. എൻ്റെ മകൾ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക. അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു. ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി. ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ കൂടെ നിന്നവരെ പറ്റി നമ്മൾ എങ്ങനെ സംശയിക്കും? അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം, ഈ കണക്ക് നോക്കണം, എല്ലാം പറഞ്ഞ വരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ പണം പോയി. ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞു ഇല്ല, ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ്, അതനുസരിച്ച് പണം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്ക് വലുതായി. ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്കുകയും. അല്ലെങ്കിൽ ഞാൻ 4 പെമ്പിളരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണ്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട്, ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞ ആത്മഹത്യയല്ല, വേറെ മാർഗ്ഗമില്ല. ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടല്ല. എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കി അവർ തരാൻ വരുന്നത് തരട്ടെ, അവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് തീരുമാനം എടുത്തത് ഞാനാണ്. അതെ, ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരിക്കും. ആ സംഭവം എന്താണ്, ഇങ്ങനെയാണ് ആ പണം അവർ തരാൻ തയ്യാറാകുന്നതും അതിന് അവർ പറഞ്ഞൊരു കാരണം അവരുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വിടുമെന്നും അവരെ അപമാനിക്കുമെന്നും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആക്കി നിർത്തുമെന്നും ഭീഷണിപ്പെടുത്തി അവരുടെ ഭാവി തുലയ്ക്കുമെന്ന ഭീഷണിയൊക്കെ കൊണ്ട് അവർ തരേണ്ടി വന്നതാണ്, നിർബന്ധിതരായതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്താണ് സംഭവിച്ചത്? ഈ പണം വാങ്ങുന്നതും ആ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടുന്നതുമായിട്ട്. അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിൻ്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഡെപ്ത് പിടികിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങളവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ കൃഷ്ണകുമാർ ആൾ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങളിങ്ങനെയൊക്കെ എടുക്കേണ്ടുന്ന സാഹചര്യം വന്നു. ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് വന്നു. 8,80,000 എത്ര രൂപയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസ കാര്യം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എത്ര പൈസ തരാം? അങ്ങനെ പറഞ്ഞ് അവർ ഞങ്ങളൊരു 15 ലക്ഷം രൂപ കൂടെ തരാം, 5 വീതം. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട? അടുത്ത നടപടി ഇനി സെറ്റിൽമെന്റ് വേണ്ട, നമുക്ക് നേരെ കേസിന് പോകാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി വിശ്വസിക്കുന്നു, അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും. പക്ഷേ കൃഷ്ണകുമാർ ഈ പറയുന്ന ഒരു അവ്യക്തത പറഞ്ഞില്ല. കാരണം ഈ പറയുന്നത് 23 ലക്ഷം രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുക. 8,83,000 തന്നു ക്യാഷായിട്ട്. 15 ലക്ഷം രൂപയിൽ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. അല്ലാതെ വേറെ എന്തോ മാർഗം? നിങ്ങളൊന്ന് പറയൂ. അല്ല, ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പം ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ, 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ്, കലാകാരനായിട്ടും രാഷ്ട്രീയത്തിലെല്ലാം നിന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്താ ഇന്നത്തെ കാലത്ത് നോക്കുന്നത്? പണം കിട്ടണമെങ്കിലുണ്ടല്ലോ 10-20 വർഷം പോകും.
നമ്മൾ ആയസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടി കേസൊന്നും ഒഴിവാക്കില്ല. ഇനിയിപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല സഹോദരൻ. അതാണ് അവരുടെ പ്രശ്നം. അതായത് ഈ സംസാരം നടക്കുന്നത് പൂർണ്ണമായും ഈ ഒരു പോലീസിന്റെയോ മറ്റെന്തെങ്കിലും നിയമ സംവിധാനത്തിന്റെയോ പിന്തുണയോടെ അല്ല. പകരം നിങ്ങൾ തമ്മിലുള്ളൊരു ചർച്ച നടക്കുന്നു, അതിൽ സെറ്റ് ചെയ്യും. അപ്പോൾ അവർ പൊക്കോട്ടെ, പ്രശ്നമില്ല, അവരുടെ ഭാവി നശിപ്പിക്കേണ്ട, ഇനിയൊരു പ്രശ്നത്തിലില്ല എന്ന് മാത്രം കരുതി 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു എന്നാണോ സംശയം? 46 ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് ഈ 69. ഇനി അടുത്ത വില വരാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്കതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത്. സ്റ്റോക്ക് മിസ്സിങ്, ക്യാഷ് പോയിരിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ചാനലിന്റെ മുമ്പിൽ ഒന്ന് എനിക്ക് എന്ത് വേണോ പറയാം. പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായ തെളിവില്ല, അവിടെ നിൽക്കത്തില്ല. അവിടെ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങളതിനെ ആലോചിക്കുക. ഇന്ന് കേരളത്തിൽ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഓരോരുത്തരും നിങ്ങളിൻ്റെ താഴെ പോയി, നമ്മളെല്ലാം കമൻസ് വായിക്കുന്ന സ്വഭാവമാണ്, വായിച്ചു നോക്കൂ. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ കോസ് കേസ് കൊടുത്തവരുടെ ഇതിൽ വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ. അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇന്ന് ഈ കാണുന്ന പോലെയല്ല പെരുമാറുന്നത്. നമ്മുടെ സ്റ്റാഫ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫിനോട് ചോദിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അതിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എന്നറിയോ, നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും. ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല. അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം, പകൽ എളുപ്പങ്ങൾ എണീറ്റ് വരുന്നവരായിരിക്കും. അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാറില്ല. കാരണം അവരെതിരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്ന എന്താണോ അത് പ്രകാരം നിയമ നടപടിയിട്ട് മുന്നോട്ട് പോവുക. കാരണം ആദ്യം ഒത്തുതീർപ്പ് നമ്മൾ ശ്രമിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ന്യായം വേണം, ഈ പണം തിരിച്ചു കിട്ടണം. അല്ലാതെ വേറെ ഒരു മാർഗത്തിനും ഒരു വഴിക്കും ഞാൻ നോക്കുന്നു. മാനഭംഗപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു എന്നുള്ള പരാമർശമൊക്കെ എഫ്ഐആറിലുണ്ട്. 4 പെൺകുട്ടികളുടെ അച്ഛനാണെന്ന് പറയുന്നത്. അപ്പോൾ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എഫ്ഐആറിൽ എഴുതി വെച്ചിരുന്നത്. പണം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാനഭംഗപ്പെടുത്തും എന്നുള്ളത്. അങ്ങോട്ട് പ്രയോഗം എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഭീഷണി നടത്തുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും ശരി പലതരം സീനുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെപ്പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ വന്നല്ലോ. ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാമോ? ഈ 56 വർഷത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല. പല സെറ്റുകളും വെറുതെ ഇരിപ്പാ, പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത. ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയൂ. അതുകൊണ്ട് ഈ ആരോപണങ്ങളും FIR ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട്. നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും.